ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാർഡൻ ഓഫ് ഫ്രണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുറച്ച് വിളവെടുപ്പും അതിനോടൊപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഏവിയറിയുടെ അവസ്ഥ എന്തെന്നും പറയാനാണ്. നമ്മുടെ ഈ ഏവിയറി എന്ന് വെച്ചാൽ നമ്മുടെ ടെറസിലാണ്. ടെറസിൻ്റെ ഒരു നില ഫുള്ള് കവർ ചെയ്തിട്ട് ഷീറ്റിട്ട് നമ്മൾ നടുക്ക് ഒരു പ്ലെയിൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുവഴി നല്ല വെയിൽ വരുമെന്ന് മാത്രമല്ല, നമ്മുടെ പച്ചക്കറിക്ക് താങ്ങാൻ പറ്റാത്ത വെയിലാണത്. ഈ ഷീറ്റ് വഴി വരുമ്പോൾ നമ്മൾ കത്തും പോലെയാണ് ആ ചൂട്. അതൊട്ടും താങ്ങുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഗ്രീൻ നെറ്റും കൂടെ കുറച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കാം, ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് പോവുകയാണ്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനിത് വെറുതെ ചെയ്ത് നോക്കുന്നു. എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് അറിയില്ല, നോക്കാം. ഒരു 1 ഇയറൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴേ ഇതിൻ്റെ അകത്ത് ഇത് സെറ്റാവും എന്ന്. പിന്നെ നമ്മുടെ എന്താ പറയുക, തേനീച്ചയൊന്നും അധികം വരാത്തതുകൊണ്ട് എങ്ങനെയാണ് വെണ്ടയൊക്കെ കഴിച്ചു, മറ്റ് വെജിറ്റബിൾസൊക്കെ എങ്ങനെയാണെന്ന് ഒരു ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ചെറുതേനീച്ചയുടെ ഒരു കൂട് സംഘടിപ്പിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ പ്രശ്നം സോൾവ് ആകുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കൊച്ചു വിളവെടുപ്പ് 1-2 വെണ്ടയ്ക്കയും കുറച്ച് ബീൻസുമാണ് നമുക്ക് പറിക്കാനുള്ളത്. നമുക്കത് ആകെ വെണ്ടയ്ക്ക ഒരു 3 കിട്ടിയിട്ടുള്ളൂ. ആദ്യത്തെ വിളവെടുപ്പല്ലേ വെണ്ടയ്ക്ക. ബാക്കി എല്ലാത്തിലും പൂവൊക്കെ വന്ന് കാപിടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഒരു 6-7 തൈകളുണ്ട്. അപ്പം നമുക്ക് ഒരു 2-3 പ്രാവശ്യമൊക്കെ കഴിയുമ്പം നല്ലപോലെ ഒരു വിളവ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് കുറച്ച് ബീൻസ് കൊണ്ട് പറിക്കാനുണ്ട്. ഇത് നമ്മൾ ടെറസ് ഏവിയറിയിൽ കഴിച്ച കുറച്ച് ബീൻസുകളാണ്. ഒരു കറിക്കുള്ളതൊന്നും ഇല്ല, പക്ഷേ നമുക്ക് വിളവെടുപ്പിനുള്ള സമയമായി. അപ്പോൾ ഇത് നിർത്തിയാൽ നമുക്കിനി അടുത്ത കായ്ക്കുമോ എന്നറിയില്ല. അടുത്ത കായ്ക്കുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിത് വിളവെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു കറിക്കുള്ളതൊന്നും ഇല്ല, ബട്ട് നമ്മുടെ അധ്വാനമല്ലേ, നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് എടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. കുറച്ചേ ഉള്ളെങ്കിലും നമുക്ക് വിഷമൊന്നും ഇല്ലാത്ത ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടെറസ് ഏവിയറിയിൽ നിന്ന് നമ്മളെടുത്ത വിളവെടുപ്പ്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും സന്തോഷം. ഇത്രയെങ്കിലും കിട്ടിയതിൽ വളരെ സന്തോഷം. ആദ്യം ഇവിടെ പിടിക്കുമോ എന്നുള്ള ഡൗട്ടായിരുന്നു, എന്നാലും ഒരു സന്തോഷമല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് നനച്ചുണ്ടാക്കിയ ചെടിയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനൊരു വിളവ് കിട്ടുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഏവിയറി വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.